ഗുരുഭ്യോ നമ. ഹരി ഓം. സംസ്കൃത ഭാഷാ സഹായിയുടെ 86ാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ സമാസം പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അല്ലേ? അപ്പൊ ഈ തത്പുരുഷ സമാസവും അതുപോലെ അവ്യയീഭാവം എല്ലാം പഠിച്ചു. പക്ഷെ അതിലെല്ലാം ഒന്നുകിൽ പൂർവ്വപദത്തിന് പ്രാധാന്യം അല്ലെങ്കിൽ ഉത്തരപദത്തിന് പ്രാധാന്യം, ഇങ്ങനെയാണ് നമ്മൾ പഠിച്ചത്. എന്നാൽ ഇനി പഠിക്കാനുള്ളത് അതിൽ നിന്ന് വ്യത്യസ്തമായി, അതായത് ബഹുവ്രീഹി സമാസമാണ്. ബഹുവ്രീഹി സമാസം അതെന്താണെന്ന് നോക്കിക്കോളൂ. ബഹുവ്രീഹി സമാസം. അപ്പൊ ഈ ബഹുവ്രീഹി സമാസം എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു, പൂർവ്വപദത്തിനോ ഉത്തരപദത്തിനോ അല്ല പ്രാധാന്യം. ഇല്ലയോ? അന്യപദാർത്ഥ പ്രധാന. അന്യപദാർത്ഥ പ്രധാന. അന്യപദം എന്ന് പറഞ്ഞാൽ വേറൊരു പദം, പൂർവ്വപദവുമല്ല ഉത്തരപദവുമല്ല, വേറൊരു പദത്തിന് പ്രാധാന്യം കൊടുക്കുന്നതാണ് ബഹുവ്രീഹി സമാസം. ഇപ്പോ നമുക്ക് ഒരു ഉദാഹരണം നോക്കാം. പീതാംബരഃ. പീതാംബരഃ, പീതം അംബരം, അങ്ങനെ രണ്ട് വാക്കാണ്. അതിൽ പീതാനി അംബരാണി യസ്യ സഹ, അതാണ് പീതാംബരഃ. നമ്മൾ വിഗ്രഹിച്ചതാണ്. പീതാനി അംബരാണി. പീതം എന്ന് പറഞ്ഞാൽ എന്താ? പീതവർണം, മഞ്ഞ നിറം. പീതാനി അതിന്റെ ബഹുവചനമാണ്. പിന്നെ പീതാനി അംബരാണി. അംബരം എന്ന് പറഞ്ഞാൽ വസ്ത്രം. ഈ അംബരവും പിന്നെ നപുംസകലിംഗമാണ്, പീതവും നപുംസകലിംഗമാണ്. അതുകൊണ്ടാണ് പീതാനി അംബരാണി. അംബരാണി വസ്ത്രങ്ങൾ, അംബരം അംബരേ അംബരാണി. അപ്പൊ പീതാനി അംബരാണി, പീതമായിട്ടുള്ള വസ്ത്രങ്ങൾ ധരിച്ചവൻ ആരോ അവനാണ്. അതൊരു അന്യപദത്തിലേക്ക് പോയി. അന്യപദം എന്തായിരിക്കും? കൃഷ്ണ എന്നുള്ളതാണ് അർത്ഥം. അതായത് ഇവിടെ പീതം എന്ന് പറഞ്ഞാൽ നമ്മൾ പറയാം വിശേഷണമായിട്ട് വരാം അല്ലേ? വിശേഷണമാണ്. അംബരം ഒരു വിശേഷ്യമാണ്. വിശേഷണ വിശേഷം നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, കർമ്മധാരയിൽ പഠിച്ചിട്ടുണ്ട്. കർമ്മധാര എന്ന് പറഞ്ഞാൽ എന്താ? വിശേഷണ വിശേഷികളുമായിട്ടുള്ള ഒരു സമാസമാണ് കർമ്മധാരയൻ. എന്നാൽ ഇവിടെയോ വിശേഷണവും വിശേഷ്യവും കൂടി ചേർന്ന് അതൊരു അന്യപദത്തിലേക്ക് എത്തുന്നു. ഒരു അന്യപദത്തിലേക്ക് എത്തുകയാണ്. അത് ഏതാണ് ഇവിടെ അന്യപദം? കൃഷ്ണ എന്നുള്ളത്. അപ്പൊ ഇവിടെ പൂർവ്വപദത്തിനുമല്ല ഉത്തരപദത്തിനുമല്ല, പിന്നെ എന്തിനാണ് പ്രാധാന്യം? അന്യപദത്തിന്. അതാണ് കൃഷ്ണ. പീതാനി അംബരാണി യസ്യ സഹ. അപ്പൊ നമ്മള് കർമ്മധാരൻ പറഞ്ഞു, അതായത് വിശേഷണ വിശേഷ്യങ്ങളുമായിട്ടുള്ള ഒരു സമാസമാണെന്ന് പറഞ്ഞു. അപ്പൊ അതെങ്ങനെ ഇവിടെ വരുന്നു? അതൊരു ഉദാഹരണം. പീതാംബരാണി. പീതാംബരാണി, പീതം അംബരാണി. പീതം എന്ന് പറഞ്ഞാൽ മഞ്ഞ, അംബരങ്ങൾ, അംബരാണി എന്ന് പറഞ്ഞാൽ വസ്ത്രം, വസ്ത്രങ്ങൾ. മഞ്ഞ നിറത്തുള്ള വസ്ത്രങ്ങൾ എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ അത് ഇവിടെ ഒരു വിശേഷ്യം. ഇത് അംബരം എന്ന് പറഞ്ഞ വിശേഷം, അംബരാണി വിശേഷ്യം, പീതം എന്ന് പറയുന്നത് വിശേഷണം. അപ്പൊ വിശേഷണങ്ങൾ അതുമായിട്ടുള്ള ബന്ധത്തെയാണ് കാണിച്ചത്. പീതാനി താനി അംബരാണി യസ്യ സഹാന്നോ ഒന്നും പറയുന്നില്ല, ഏതോ അന്യപദോ ആയിട്ട് വരുന്നില്ല. അത് വിശേഷണ വിശേഷ്യങ്ങളുമായിട്ടുള്ള ബന്ധമാണ്. അതുകൊണ്ട് ഇതെന്താണ്? ഇത് ബഹുവ്രീഹി അല്ല, കർമ്മധാരയം. പക്ഷെ ഇവിടെ ഇതെന്താണ്? ഇത് ബഹുവ്രീഹിയാണ്. എന്തുകൊണ്ട്? ഇത് വിശേഷണ വിശേഷ്യങ്ങളുമായി ചേർന്ന് അതൊരു അന്യപദത്തിലേക്ക് എത്തിക്കുന്നു. പൂർവ്വപദത്തിനോ ഉത്തരപദത്തിനോ അല്ല പ്രാധാന്യം, അവിടെ അന്യപദത്തിലേക്ക് എത്തിക്കുന്നു. അതുകൊണ്ട് അത് പിന്നെ ബഹുവ്രീഹി സമാസമായി. മനസ്സിലായില്ലേ? ഇനി വേറൊരു ഉദാഹരണം നോക്കാം. അടുത്ത ഉദാഹരണം ചക്രപാണിഹി. ചക്രപാണിഹി. പാണി എന്ന് പറഞ്ഞാൽ എന്താ? ചക്രം. ചക്രം അറിയാം എന്താണ്? അതിന്റെ വിഗ്രഹം നോക്കിക്കോളൂ. ചക്രം പാണവും യസ്യ സഹ. ചക്രം പാണവും, പാണിയിൽ കയ്യിൽ. യസ്യ സഹ, ആർക്കാണോ ഉള്ളത്, ആരിലാണോ അല്ലെങ്കിൽ ആർക്കാണോ ചക്രം കയ്യിൽ ഉള്ളത്, അതാരാണ്? അന്യപദം വിഷ്ണു അല്ലേ? അപ്പൊ വിഷ്ണു എന്നുള്ള അന്യപദാർത്ഥം ചക്രപാണി. അടുത്തത് വീരപുരുഷ. വീരപുരുഷ. വീരാഹ പുരുഷാഹ യസ്മിൻ സഹ. വീരാഹ പുരുഷാഹ, വീരന്മാരായ പുരുഷന്മാർ. യസ്മിൻ, ആ ഏതിലാണോ ഉള്ളത് അത്. അവൻ അല്ലെങ്കിൽ അതെന്ന് പറയാം. അത് ഗ്രാമം എന്നാണ് അന്യപദം വരുന്നത്. അതുകൊണ്ടാണ് ഇവിടെ സഹ വന്നത്, ഇവിടെ പുല്ലിംഗം തന്നെ വന്നത്. വീരാഹ പുരുഷാഹ യസ്മിൻ സഹ. വീരന്മാരായ പുരുഷന്മാർ എവിടെയാണോ ഉള്ളത്, എവിടെയാണത്? യസ്മിൻ എന്നുള്ള പദങ്ങൾ പറഞ്ഞ അസ്മിൻ തസ്മിൻ ഒക്കെ പഠിച്ചില്ലേ? ഏത് സപ്തമിയാണ് വരുന്നത്. ഏതിൽ, ഇൽ. അസ്മിൻ അസ്മശബ്ദം തച്ഛബ്ദം ഒക്കെ നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. അതിലൊന്നാണ് യസ്മിൻ. ഏതിലാണോ, ഏതിലാണോ എവിടെയാണ് സാധാരണ വീരന്മാരായ പുരുഷനുള്ളത്? അതാണ് ഗ്രാമ. ഗ്രാമത്തിലാണ്. അപ്പൊ അന്യപദം വന്നു. വീരപുരുഷ എന്നുള്ളത് ഗ്രാമയാണ്. അടുത്തത് അപുത്ര. അപുത്ര കേൾക്കുന്നത് നമ്മള് അപുത്ര പുത്രൻ ഇല്ലാത്ത എന്നുള്ള അർത്ഥമാണ് അല്ലേ? അപുത്ര
അവിദ്യമാനഃ അവിദ്യമാനഃ ഇല്ലാത്ത, വിദ്യമാനഃ ഉള്ളത്, അവിദ്യമാനഃ ഇല്ലാത്ത, പുത്രഃ യസ്യ സഹ ആർക്കാണോ പുത്രൻ ഇല്ലാത്തത്, യസ്യ സഹ അത് ആരായിരിക്കും? അതാരായിരിക്കും സാധാരണ വരുന്നത്? മനുഷ്യനല്ലേ സാധാരണ പുത്രനല്ലാതെ. മൃഗങ്ങൾ പറയും പുത്രൻ അപുത്രഹ എന്ന് പറയാൻ പറ്റില്ല. അപ്പൊ മനുഷ്യ, ഇതിന് അന്യപദം വരുന്നത് മനുഷ്യഹയാണ്. അവിടെ എഴുതിയിട്ടില്ല, മനുഷ്യഹയാണ്. ഇനി അടുത്ത മൃഗനയനി, അത് സ്ത്രീലിംഗമാണ്. കേൾക്കുമ്പോൾ തന്നെ അറിയാം. മൃഗനയനി, മൃഗം എന്ന് പറഞ്ഞാൽ എന്താ? മൃഗനയനി, നയനം കണ്ണുകൾ. മൃഗനയനി എന്താ? മൃഗസ്യ, മൃഗത്തിന്റെ, പിന്നെ മാനിന്റെ ഷഷ്ടി ഏകവചനമാണ്. നയനേ ഇവ, നയനം പോലെ, നയനം ഉള്ളവൾ ആരോ അവൾ, സാ. മൃഗസ്യ നയനേ ഇവ, നയനേ നയനം പോലെയുള്ളതാണ് ഇവ. യസ്യാഹ സ ആർക്കാണോ ഉള്ളത്. ഇവിടെ യസ്യാഹ പറയാൻ കാരണം ഷഷ്ടി ഏകവചനമാണ്, സ്ത്രീലിംഗമായതുകൊണ്ടാണ് യസ്യാഹ. യസ്യാഹ സ അവൾ. അതായത് അന്യപദ ഏതാ? സുന്ദരി എന്നുള്ള അർത്ഥമാണ്. മൃഗത്തിന്റെ മാൻ കണ്ണുള്ളവൾ സുന്ദരി എന്നാണ് പറയാറുള്ളത്. അപ്പൊ മൃഗസ്യ നയനേ ഇവ, നയനേ യസ്യാഹ സ, അതിനാണ് അന്യപദം വന്നപ്പോൾ സുന്ദരി. മനസ്സിലായി? ഗജാനനഃ, കേൾക്കുമ്പോൾ തന്നെ അറിയാം എന്താ അർത്ഥം. ഗജാനനഃ ഗജസ്യ ആനനമിവ, ആനനം യസ്യ സ. ഗജസ്യ ഷഷ്ടി ഏകവചനം, ഗജത്തിന്റെ, ആനയുടെ, ആനനമിവ ആനനം മുഖം, മുഖം പോലെ, ഇവ ആനനം പോലെയുള്ള ആനനം യസ്യ സ ആർക്കാണോ ഉള്ളത്. അതാരാണ്? ഗണപതിയല്ലേ, ഗണേശ. അപ്പൊ അന്യപദം വന്നു ഗണേശ. പിന്നെ ചതുരാനനഃ, ചതുരാനഃ ചത്വാരി, ചത്വാരി 4, ചത്വാരി ആനനാനി യസ്യ സഹ 4 മുഖങ്ങൾ ആനനാനി ഉള്ളവൻ ആരോ അവൻ, അതാണ് ബ്രഹ്മ. അപ്പൊ ചതുരാനഃ ബ്രഹ്മ എന്നുള്ള അന്യപദം കിട്ടി. ഇനി ദശാനനഃ, ദശ 10, ദശ ആനനാനി യസ്യ സഹ 10 മുഖങ്ങൾ ഉള്ളവനാരോ അവൻ, അത് രാവണനാണ്. പിന്നെ അടുത്ത് വരുമ്പോൾ ജിതേന്ദ്രിയ, ജിതേന്ദ്രിയ ഇന്ദ്രിയ. ഏതാണ് ഇന്ദ്രിയം എന്ന് പറഞ്ഞാൽ? പഞ്ചേന്ദ്രിയം പഠിച്ചിട്ടില്ലേ? പഞ്ചേന്ദ്രിയങ്ങൾ എന്താ? കണ്ണ്, മൂക്ക്, വായ്, പിന്നെ തൊക്ക്, അങ്ങനെ പഞ്ചേന്ദ്രിയങ്ങളുണ്ട്. ആ ഇന്ദ്രിയങ്ങളെ ജിതേന്ദ്രിയ, ജിത്ത് ജയിച്ചവൻ. അപ്പൊ ഈ ഇന്ദ്രിയങ്ങളുടെ എന്താണ്? നമ്മുടെ എല്ലാം അടക്കി പിടിക്കുക, കാമക്രോധ ലോഭ മോഹങ്ങളെല്ലാം അടക്കി വെക്കുക, അതിനാണ് ജിതേന്ദ്രിയ, ജയിച്ചവൻ. ജിത്ത് എന്ന് പറഞ്ഞാൽ ജയിക്കുക, ഇന്ദ്രിയങ്ങളെ ജയിച്ചവൻ. അപ്പൊ ഇന്ദ്രിയങ്ങളുടെ ധർമ്മമാണ് നേരത്തെ പറഞ്ഞ കാമക്രോധ ലോഭ മോഹ മാത്സര്യങ്ങളെല്ലാം ഇല്ല, അതിനെയൊക്കെ ജയിക്കുക. അപ്പൊ അതിനെല്ലാം അടക്കിയവൻ എന്നുള്ള അർത്ഥത്തെ ജിതാനി ഇന്ദ്രിയാണി ഏന സഹ. ജിതാനി ഇന്ദ്രിയാണി, ഇന്ദ്രിയങ്ങളെ ജയിച്ചവൻ. ആരാണോ ഇന്ദ്രിയങ്ങളെ ജയിക്കുന്നവൻ അവനാണ്. അത് നമുക്ക് അതിനെ ഒരു പ്രത്യേക ഒരു വാക്ക് പറയാൻ പറ്റില്ല, പക്ഷെ അതൊരു അന്യപദത്തിലാണ് വരുന്നത്. അപ്പൊ ഇത്രയാണ് ബഹുബ്രീഹി സമാസം. ബഹുബ്രീഹി സമാസം എന്ന് പറഞ്ഞാൽ അന്യപദാർത്ഥ പ്രധാനമാണ്. പൂർവ്വപദത്തിനും ഉത്തരപദത്തിനും അല്ല പ്രാധാന്യം. പിന്നെ വിശേഷണ വിശേഷങ്ങൾ ചേർന്നിട്ട് അത് ഒരു അന്യപദത്തിലേക്ക് എത്തിക്കുകയാണ് ചെയ്യുന്നത്. അതാണ് ബഹുബ്രീഹി സമാസം. അപ്പൊ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കാണുമെന്ന് കരുതുന്നു. അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.